പൂക്കൾ പുഞ്ചിരിക്കുകയും പറവകൾ പാട്ടുപാടുകയും ചെയ്യുന്ന പൊന്നിൻ ചിങ്ങമാസത്തിൽ കേരള നാട്ടിൽ നിന്നകന്ന് ഇങ്ങ് ഓസ്ട്രേലിയയിലെ പെർത്തിലുള്ള താമസ സ്ഥലത്തിന് അടുത്ത പാർക്കിലേക്ക് പോകുമ്പോൾ കണ്ട കാഴ്ചകൾ മനം മയക്കുന്നതാണ്. എങ്ങും പൂത്തു നിൽക്കുന്ന വഴിയോര മരങ്ങളിലെ പൂക്കളും നീലാകാശവും കുളിരുള്ള സന്ധ്യകൾ തരുന്ന അനുഭൂതിയും പറഞ്ഞറിയിക്കാൻ കഴിയാത്തവയാണ്. നടന്നു പോകുമ്പോൾ ഇതാ വഴിയരികിൽ ഒരു ബസ് സ്റ്റോപ്പിനരികിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. വളരെ സിമ്പിളായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വെയിറ്റിംഗ് ഷെഡ്. റോഡ് സൈഡിലെ പൂത്തുലഞ്ഞു നിൽക്കുന്ന മരങ്ങൾ, അതിനരികിലൂടെയുള്ള നടപ്പാത, വൃത്തിയുള്ള പരിസരങ്ങൾ, സുന്ദരമായ റോഡുകളിലൂടെ ചീറിപ്പായുന്ന വാഹനങ്ങൾ, എല്ലാം ഒരു പുതിയ അനുഭവം തന്നെ. സന്ധ്യാസമയത്തെ സ്വർണ്ണവർണ്ണമുള്ള സൂര്യവെളിച്ചവും ഉന്മേഷദായകമാണ്. പൂക്കളുടെ കാലം കഴിയുമ്പോൾ ഈ മരങ്ങളെല്ലാം പച്ച ഇലച്ചാർത്ത് കൊണ്ട് നിറയും. അത് തണലും കുളിരും തരുന്ന മറ്റൊരനുഭവത്തിലേക്ക് നമ്മളെ നയിക്കും. ഈ വീടുകളുടെ പരിസരങ്ങളിലൂടെയൊക്കെ നടക്കുമ്പോൾ, ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ അത് മനസ്സിന് തരുന്നൊരു ഉന്മേഷവും സന്തോഷവും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. വൈകുന്നേരങ്ങളിൽ ഇതുവഴിയുള്ള നടത്തം വളരെ സന്തോഷം തരുന്ന ഒരനുഭവം തന്നെയാണ്. പാർക്കിലേക്കുള്ള വഴിയുടെ ഓരങ്ങളിലുള്ള വീടുകൾ വളരെ മനോഹരങ്ങളാണ്. അതിൻ്റെ മുൻവശത്തുള്ള അലങ്കാര ചെടികൾ ശ്രദ്ധയോടെയാണ് പരിപാലിക്കുന്നത്. ഇവരുടെ സൗന്ദര്യബോധവും വൃത്തിയും കണ്ടുപഠിക്കേണ്ടതാണ് എന്ന് എനിക്ക് തോന്നി. എത്ര മനോഹരമാണ് ഈ കാഴ്ചകളൊക്കെ നമ്മുടെ കണ്ണിന് പകർന്നു തരുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നല്ല വീടുകളും നല്ല റോഡുകളും സ്വച്ഛതയാർന്ന ശാന്തമായ ഒരു ജീവിതം സമ്മാനിക്കുക തന്നെ ചെയ്യും. മനോഹരമാണ് ഈ കാഴ്ചകളൊക്കെ, സുന്ദരമാണ് ഈ പരിസരങ്ങളൊക്കെ. പാർക്കിലേക്ക് കടക്കുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ച ഇതാണ്. ഇതൊരു പുഴയല്ല, ചെറിയ തടാകമാണ്. ഇത് ഉണ്ടായതല്ല, ഉണ്ടാക്കിയെടുത്തതാണ്. പാർക്കിനരികിൽ ഇതിലെ സ്വച്ഛമായ വെള്ളവും നീല ആകാശവും കൗതുകകരമായ ഒരു കാഴ്ച പ്രദാനം ചെയ്യുന്നു. ആളുകൾ പട്ടിയും കുട്ടികളെയുമൊക്കെ ആയിട്ട് എത്തുന്നു. പച്ച പരവതാനി വിരിച്ച പോലെയുള്ള ഈ പുൽത്തകിടികളും പരിസരങ്ങളും വളരെ വൃത്തിയോടെയാണ് പരിപാലിക്കുന്നത്. പാർക്കിലെ കുട്ടികളുടെ കളിസ്ഥലം വളരെ മനോഹരമാണ്. ശാസ്ത്രീയമായി നിർമ്മിച്ചവയാണ്. കുട്ടികൾക്ക് മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഉന്മേഷവും നൽകാൻ പര്യാപ്തമായവ തന്നെയാണ് ഇവയെല്ലാം. ഇത് ഭക്ഷണം പാകം ചെയ്യാനും ഇരുന്ന് ഭക്ഷിക്കാനുമുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഇവിടെ ഫാമിലിയായിട്ട് വരാം, സുഹൃത്തുക്കളുമായിട്ട് വരാം. ഇവിടെ ഇരുന്ന് ഭക്ഷണം പാകം ചെയ്യുകയും കഴിക്കുകയൊക്കെ ചെയ്യും. പട്ടിയും കുട്ടികളുമായിട്ടാണ് പലരും എത്തിയിട്ടുള്ളത്. കുട്ടികളെപ്പോലെ തന്നെയാണ് പലരും തങ്ങളുടെ വളർത്തുനായയെ പരിപാലിക്കുന്നതും
സംരക്ഷിക്കുന്നതും ലാളിക്കുന്നതുമൊക്കെ. കുട്ടികൾക്ക് ഇവിടം വളരെ പ്രിയപ്പെട്ട ഇടമാണ്. എത്ര കളിച്ചാലും മതി വരില്ല. മഴ നനയാതെയും വെയിലടിക്കാതെയും മേലാപ്പുകൾ ഒരുക്കിയിട്ടുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. എല്ലായിടത്തുമുണ്ട് ഇതുപോലെയുള്ള പാർക്കുകളും കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങളുമൊക്കെ.